ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരെ ഇറാൻ സ്വതന്ത്രരാക്കിയിട്ടും മോചിപ്പിക്കാൻ കപ്പൽ കമ്പനി തയ്യാറാകുന്നില്ല എന്ന് ആരോപണം. MSC ഏരീസ് കമ്പനിക്കെതിരെ മലയാളി ജീവനക്കാരുടെ കുടുംബം രംഗത്തെത്തി. ക്രൂ ചേഞ്ചിങ് നടത്താതെ പോകരുത് എന്നാണ് ജീവനക്കാർക്ക് കമ്പനി നൽകിയ നിർദ്ദേശമെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. കുടുംബത്തിന് ഈ സംഭവത്തിലെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൽ കാണുന്ന വിവരമേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ പേപ്പറിൽ കാണുന്നതെല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ന്യൂസാണ്. എങ്ങനെ അവർക്ക് ഇത് കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ അത് പഴയ ന്യൂസാണ്. ഇറാൻ ഗവൺമെന്റും എംബസിയും മറ്റേ ഇസ്രായേൽ എംബസിയും എസ്റ്റോണിയ എംബസിയും ഇതെല്ലാം വിട്ടുകഴിഞ്ഞു. ഇത് വിട്ടുകഴിഞ്ഞ കേസാണ്. അവര് എന്താണ് ഈ പേപ്പർ പറയുന്നത് മനസ്സിലാവുന്നില്ല. കപ്പലിലെ ജീവനക്കാരെ അവര് വിട്ടു, പക്ഷെ അവർക്ക് പോരാൻ ഓർത്തില്ല. ഇറ്റ് മീൻസ് കപ്പലിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവശ്യം ആണ് ഈ മറ്റേ ക്രൂസിനൊക്കെ എന്നാണ് ഞാൻ കേട്ടത്. അത് കമ്പനി കൊടുക്കാൻ തയ്യാറാവും. ഈ നിലയിൽ ആരെങ്കിലും പോയിട്ട് ജോയിൻ ചെയ്യോ? അപ്പൊ കമ്പനീന്റെ അടുത്താണ് അതിന്റെ വലിയതായിട്ടുള്ള പ്രശ്നം. അപ്പൊ കമ്പനി അതിന് വേണ്ടതായിട്ടുള്ള നടപടി എടുക്കുക. ജീവനക്കാരെ വിട്ടയക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചതായി വാർത്തകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നത്? വേണു ബാലകൃഷ്ണൻ, MSC കപ്പലിലുള്ള 23 ജീവനക്കാരും മോചിതരായി എന്ന വാർത്ത കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്തകൾ നിഷേധിക്കുകയാണ് മലയാളി കൂടിയായ ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ. നിലവിൽ നേരത്തെ തന്നെ ഇറാൻ 23 ജീവനക്കാരെയും സ്വതന്ത്രരാക്കിയതാണ്. ഇവർക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാമെന്ന് ഇറാൻ നേരത്തെ തന്നെ ഈ കമ്പനിയെയും അറിയിച്ചതാണ്. പക്ഷേ ഈ നിലവിലെ പ്രശ്നം, ഈ ശ്യാംനാഥിന്റെ പിതാവ് പറയുന്ന അനുസരിച്ച് നിലവിലെ പ്രശ്നം ഈ MSC കമ്പനിയാണ്. MSC കമ്പനി ക്രൂ ചേഞ്ചിങ് നടത്താതെ ഈ ജീവനക്കാരെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഈ ശ്യാംനാഥിന്റെ പിതാവായ വിശ്വനാഥൻ പറയുന്നത്. ഈ കമ്പനിക്ക് പണത്തേക്കാൾ ഇവരുടെ ജീവനേക്കാൾ വലുതാണ് പണം. പുതിയ ആളുകൾ ഈ കപ്പലിൽ വന്ന ശേഷം മാത്രമേ നിലവിലുള്ള 23 പേരോടും നാട്ടിലേക്ക് മടങ്ങാവൂ എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും അവർ ഈ കപ്പലിൽ യാതന സഹിച്ച് തുടരുന്നു എന്ന് തന്നെയാണ് ശ്യാംനാഥിന്റെ പിതാവ് പറയുന്നത്. ഇന്നലെ രാത്രി 8:30 അവസാനമായി ശ്യാംനാഥ് കുടുംബവുമായി സംസാരിച്ചത്. അപ്പോഴും ശ്യാംനാഥ് പറയുന്നത് ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ് കപ്പലിലുള്ളത്. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ജോലി ചെയ്തു വരുന്നു. മോചനം സംബന്ധിച്ച് തനിക്ക് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് ശ്യാംനാഥ് കുടുംബത്തെ അറിയിച്ചു എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ MSC കമ്പനി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവരെ മോചിതരാക്കണം എന്നാണ് ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജീവനക്കാരെല്ലാം തന്നെ പരമാവധി 7 മാസത്തെ കാലാവധിയിലെയാണ് ജോലിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ഈ ജോലി കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. പലരും ഇപ്പോൾ 9 മാസത്തിലധികമായി MSC കമ്പനിയുടെ ഭാഗമായുള്ള ഈ കപ്പലിൽ ജോലി ചെയ്യുകയാണ്. കാലാവധി കഴിഞ്ഞിട്ടും ഇവർ ഈ കപ്പലിൽ തുടരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ കപ്പൽ പിടിച്ചെടുത്തതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ ജീവനക്കാരെ ഇറാൻ മോചിതരാക്കിയിട്ടുണ്ട്, സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. കപ്പൽ മാത്രമാണ് അവരുടെ കസ്റ്റഡിയിലുള്ളത്. ഈ ജീവനക്കാർ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പുതിയ ആളുകൾ ജോലിക്കായി എത്താതെ വരും. ഇത് കമ്പനിക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അത് ഭയന്നുകൊണ്ടാണ് ഈ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കാത്തത്. അതാണ് നിലവിലെ പ്രതിസന്ധി. ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം, MSC കമ്പനി അധികൃതർ എല്ലാം തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇവരുടെ മോചനം സാധ്യമാകും. മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബവും. വേണു, രാഹുൽ, ഈ എംബസി ഇടപെട്ട ആണല്ലോ കാര്യങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടായത്. ഇറാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ് എന്നതൊക്കെ അന്ന് അനുകൂല സാഹചര്യമാണ് എന്ന രൂപത്തിൽ വാർത്തകളും വന്നിരുന്നതാണ്. ഈ വിഷയം എംബസിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണോ? തീർച്ചയായിട്ടും ഈ കുടുംബം പറയുന്ന അനുസരിച്ച് എംബസിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടില്ല എന്ന് തന്നെയാണ്. എംബസിയുമായും കമ്പനിയുമായും ഇവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും 3 മലയാളികളാണ് ഉള്ളത്. വയനാട്, പാലക്കാട്, കോഴിക്കോട് സ്വദേശി 3 മലയാളികളാണ് ഉള്ളത്. ഈ 3 പേരുടെയും കുടുംബം എല്ലാ ദിവസവും കമ്പനിയുമായും എംബസിയുമായും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന വിവരം, നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ എല്ലാവരും മോചിതരാകും. ഇതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ശ്യാംനാഥിന്റെ പിതാവ് ഒരു
എക്സ് മിലിറ്ററി മാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായി തന്നെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നും ലഭിച്ചത്. അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്താൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം നമ്മളോടും പറയുന്നത് ഈ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെയെങ്കിലും ഈ വാർത്ത അറിഞ്ഞിട്ട് വിദേശകാര്യ മന്ത്രാലയം, എംബസി അധികൃതരും ഈ വിഷയത്തിൽ ഇടപെടട്ടെ എന്നൊരു കാര്യമാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും അടിയന്തരമായൊരു ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും എംബസി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥനും വ്യക്തമാക്കുന്നത്. വേണു, രാഹുൽ, ഈ പാലക്കാട് അതുപോലെ തന്നെ വയനാട് അവിടെ നിന്നുള്ള 2 ജീവനക്കാർ കൂടി ഉണ്ടല്ലോ, ആ കുടുംബം ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയതായി അറിവുണ്ടോ? വേണു, നമ്മൾ ഈ 3 കുടുംബങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ആകെ 16 ഇന്ത്യക്കാരാണ് ഉള്ളത്. അതിൽ 4 പേരായിരുന്നു, ആകെ 17 ഇന്ത്യക്കാരായിരുന്നു. അതിൽ 4 പേരായിരുന്നു മലയാളികൾ. അതിലൊരു 4 മലയാളികളിൽ ഒരു യുവതി ഉണ്ടായിരുന്നു. ഈ യുവതിയെ സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ട് ആദ്യം തന്നെ മോചിപ്പിക്കാൻ സാധിച്ചിരുന്നു. ആൻഡസ എന്നുള്ള തൃശ്ശൂർ സ്വദേശിയായ ആൻഡസ നേരത്തെ തന്നെ നാട്ടിലെത്തിയിരുന്നു. നിലവിൽ ഈ കപ്പലിലുള്ളത് വയനാട് സ്വദേശിയായ ധനേഷും കോഴിക്കോട് സ്വദേശിയായ ശ്യാംനാഥും പാലക്കാട് സ്വദേശിയായ സുമേഷുമാണ്. ഇവരുടെ 3 കുടുംബങ്ങൾക്കും സമാനമായ വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. മോചനം ഉടൻ സാധ്യമാകുമെന്ന കമ്പനി അധികൃതരും എംബസിയും നൽകുന്ന വിവരം മാത്രമാണ് അവർക്കുമുള്ളത്. ഈ 3 പേരും കുടുംബവുമായി എല്ലാ ദിവസവും രാത്രി 8:30 അല്ലെങ്കിൽ 9 മണി സമയത്ത് എല്ലാ ദിവസവും ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ അവർക്കും ലഭിക്കുന്നില്ല. അവർ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലികൾ തുടരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് മോചിതരാകുമെന്ന് അവർക്കും യാതൊരു വിവരവും ഇല്ല എന്ന് തന്നെയാണ് ഈ 3 കുടുംബങ്ങളും നമ്മളോട് വ്യക്തമാക്കുന്നത്. വേണു, ശരി, ഇപ്പോൾ ശ്യാംനാഥിന്റെ സഹോദരൻ ശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശങ്കർ, ശ്യാംനാഥ് ഇന്നലെ സംസാരിച്ചു എന്നാണ് നിങ്ങളുടെ അച്ഛൻ പറയുന്നത്, വിശ്വനാഥൻ പറയുന്നത്. എന്തൊക്കെയാണ് ശ്യാംനാഥ് പറഞ്ഞത്? ഹലോ, ശങ്കർ, കേൾക്കാമോ? പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. ലൈക്ക് എന്തായാലും വരാൻ വൈകുന്നുള്ളതാണ്. ഈ പറഞ്ഞ ന്യൂസിൽ അങ്ങനെ എവിടേക്കോ ഇങ്ങനെ പറയുന്നത് കേട്ടു, മോചിപ്പിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് ഇന്നലെ രാത്രി സർക്കുലേറ്റ് ചെയ്യുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പറഞ്ഞ ന്യൂസ് വരുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് ഏട്ടൻ വിളിച്ചു വെച്ചത്. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ അത് തന്നിട്ടില്ല. കൂടാതെ ഞങ്ങൾ ഈ സമയത്ത് ഈ പറഞ്ഞ എംബസിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രത്യേകിച്ച് ന്യൂസൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നിട്ടാണ് അവരും റിപ്പോർട്ട് തന്നത്. എന്തായാലും ഇനീഷ്യേറ്റീവ്സ് എല്ലാവരും 100% എടുക്കുന്നുണ്ട് തന്നെയാണ്. കമ്പനിയും പറയുന്നുണ്ട് ഞങ്ങൾ മാക്സിമം 100% ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് തന്നെയാണ്. ബട്ട് എന്താ പറയാ, അവർ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് റിലീവർ ഇല്ല എന്നുള്ളൊരു റീസണാണ് അവർ പറയുന്നത്. പക്ഷെ എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിന് വേറെ ഒരു റിലീവർ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. കാരണം ഇങ്ങനെ ഇറാൻ പിടിച്ചെത്തിയൊരു കപ്പലിൽ ഒരു റിലീവർ വരിക എന്ന് പറഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ആ ഒരു റീസൺ വെച്ചിട്ട് കോൺട്രാക്ട് കഴിഞ്ഞ ഒരാളെ എന്തായാലും കപ്പലിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ആയിരുന്നു പേഴ്സണലി അഭിപ്രായം. ശങ്കർ, ഇപ്പോൾ കമ്പനിയാണോ ഇതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്? കമ്പനി ചെയ്യാതിരിക്കുന്നില്ല എന്നല്ല, കമ്പനി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. പക്ഷെ അവർക്ക് അതിന് ഇൻപുട്ട് തരാൻ പറ്റുന്നില്ല എന്നാണ്. അല്ല, ഇപ്പോൾ ക്രൂ ചേഞ്ചിങ്ങിനുള്ള ആളുകൾ വരണമെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം കമ്പനിയുടെ തന്നെ ജീവനക്കാർ പകരക്കാരായി വരണമെന്നല്ലേ? ഇനിഷ്യേറ്റീവ് വേണ്ടതില്ല. കാരണം എംബസി ഓൾറെഡി നമുക്ക് അതിന് പെർമിഷൻ തന്നു കഴിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. എംബസിയിലൊക്കെ നമുക്ക് ഓൾറെഡി അതിനുള്ള വിട്ടയക്കാനുള്ള പെർമിഷൻ തന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഇനിയിപ്പോൾ കമ്പനി ഇനീഷ്യേറ്റീവാണ് മാക്സിമം ട്രൈ കാണിക്കേണ്ടത് അവർ. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ന്യായം നോക്കുമ്പോൾ ശരിയാണ്. കാരണം അവർക്ക് റിലീവർ വന്നാലല്ലേ ഈ പറഞ്ഞ ആളെ ഇറക്കാൻ പറ്റൂ. കാരണം ഈ ഒരു സെക്കൻഡ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു കപ്പലിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അപ്പൊ ആ ഒരു ഓഫീസറിന് പകരമായിട്ടുള്ള ആൾ വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ വേറൊരാൾക്ക് ഇറങ്ങാൻ പറ്റൂ. അതിനുള്ള തടസ്സം എന്താണ്? അത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇറാൻ പിടിച്ചു വെച്ചൊരു റീസൺ കാരണമാണ്. ഈ പിടിച്ചു വെച്ചൊരു കപ്പലില് ഇത്രയും റിസ്ക് എടുത്തൊരു ഒരാൾ വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായുള്ള ഒരു കാര്യമല്ലേ. ശങ്കർ, അവിടെയാണൊരു എംബസിയുടെ ഇടപെടലൊക്കെ പ്രധാനമാകേണ്ടത്. അതെ, നമുക്ക് അതൊരു ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസാണ് കിട്ടുന്നത്. പക്ഷെ നമുക്കായിട്ടൊരു ഇൻപുട്ട് പ്രത്യേകിച്ച് കാണുന്നില്ല ഒരു സൈഡിൽ നിന്ന്. ഈ ശ്യാംനാഥ് പറയുന്നത് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം മാത്രമാണുള്ളത് എന്നാണോ? അത് തന്നെയല്ലോ. ബസ് വെച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഭക്ഷണം കിട്ടുന്നുണ്ട്, സമയം വിളിക്കാൻ പറ്റുന്നുണ്ട്, എന്തായാലും ഫോണ് വരുന്നുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. അത്ര അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നുമില്ല. വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ശരി, നന്ദി ശങ്കർ പ്രതികരിച്ചതിന്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഇപ്പോൾ ഈ ക്രൂ ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന് പറയുമ്പോൾ ഇനി ഈ ബന്ദികൾ അല്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ തന്നെ തടയപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ പകരക്കാർ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ പ്രതിസന്ധി പിന്നെ എങ്ങനെ മാറുമെന്നാണ്? പോംവഴികൾ എന്താണ്?
വേണു, ഏപ്രിൽ 13-നാണ് ഇറാൻ ഈ കപ്പൽ പിടിച്ചെടുക്കുന്നത്. അന്ന് മുതൽ പറയുന്ന ഒരു കാര്യം, ഒരാഴ്ചക്കുള്ളിൽ മോചിതരാവും അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ മോചിതരാവും. ഇങ്ങനെ ഒരു വിവരമാണ് എംബസിയിൽ നിന്നും കമ്പനി അധികൃതരിൽ നിന്നും ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. അവർ ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ കൂടുതലായി പ്രതികരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 മാസത്തോളം അടുക്കാൻ പോവുകയാണ്. എന്നിട്ടും മോചനം സാധ്യമാകാതെ വന്നതോടെയാണ് ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്താൻ ശ്യാംനാഥിന്റെ കുടുംബം നിർബന്ധിതരായത്. ഇനിയുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് ഈ 23 പേരും രണ്ടും കൽപ്പിച്ച് ഈ കപ്പലിൽ നിന്നും ഇറങ്ങണം. അതായത് MSC കമ്പനിയെ ധിക്കരിച്ചുകൊണ്ട് ഈ ജോലി മതിയാക്കി അവർ നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ വരികയാണെങ്കിൽ തുടർന്ന് ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ 7 മാസത്തെ കാലാവധിയിലാണ് ഇവർ പോയിട്ടുള്ളത്. ഈ ലീവ് കഴിഞ്ഞ് വീണ്ടും ഇതേ കമ്പനിയിലേക്കായിരിക്കും ഒരുപക്ഷെ ഇവർ തിരിച്ചു കയറേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ തുടർന്നുള്ള ജോലി സാധ്യതകൾ മങ്ങുമെന്നൊരു പ്രശ്നം ഇവരെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്പം കൂടി താമസിച്ച ശേഷം ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും ഈ കപ്പലിൽ തുടരുന്നതെന്നാണ് ശ്യാംനാഥിന്റെ അച്ഛൻ ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി ഇടപെട്ടുകൊണ്ട് തന്നെ മോചനം സാധ്യമാവുകയാണെങ്കിൽ നാട്ടിൽ വന്ന് കുറച്ചുനാൾ ലീവ് എടുത്ത ശേഷം വീണ്ടും അവർക്ക് MSC കമ്പനിയിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ സാധിക്കും. കാരണം ലക്ഷക്കണക്കിന് രൂപ ഒരുപക്ഷെ ഇവർ ഇതിലേക്ക് നൽകിയിട്ടുണ്ടാകും ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ. അങ്ങനെ വരുന്നതുകൊണ്ടാണ് അവർ രണ്ടും കൽപ്പിച്ച് ഈ കപ്പലിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ നിലവിലൊരു പ്രശ്നമായി പറയുന്നത്. എന്താണെങ്കിലും ഒരു അടിയന്തര ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകും. അതിൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെടണം, എംബസി ഇടപെടണം. അതിലുപരി MSC കമ്പനി പകരം ആളുകളെ അവിടെ എത്തിക്കണം. അല്ലെങ്കിൽ നഷ്ടം സഹിച്ചുകൊണ്ട് ആ കപ്പൽ ഇറാന്റെ കൈവശം ഇരിക്കെ തന്നെ ഈ ജീവനക്കാരെ മോചിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം. അങ്ങനെ മറ്റ് പോംവഴികൾ MSC കമ്പനികൾ തേടണമെന്ന് തന്നെയാണ് ശ്യാംനാഥിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മറ്റ് മലയാളികളുടെ കുടുംബവും പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏപ്രിൽ 13-നാണ്. ഇന്നിപ്പോൾ മെയ് 4 ആവുകയാണ്. 1 മാസം എടുക്കാൻ പോവുകയാണ്. അപ്പോഴും 23 പേരുടെ ജീവൻ ആ കപ്പലിൽ തന്നെ തുടരുന്നു എന്നതിലാണ് ഈ കുടുംബങ്ങളുടെ ഉൾപ്പെടെ ആശങ്ക നിലനിൽക്കുന്നത്. വേണു, ശരി, ഇറാന്റെ കസ്റ്റഡിയിലുള്ള കപ്പലിൽ നിന്ന് മലയാളികൾ അടക്കമുള്ളവരുടെ മടങ്ങിവരവ് നീളുകയാണ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.